ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൻട്രി ബാങ്കിങ്. നമ്മുടെ അടുത്ത് ഒരുപാട് ആസ്പിറൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് വർക്കിംഗ് പ്രൊഫഷണൽസ് എങ്ങനെയാണ് ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, ഞങ്ങൾക്കും ബാങ്ക് എക്സാം ആസ്പയർ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ഉള്ളത്. സോ ആൻസർ യെസ് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് സ്ട്രാറ്റജി കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ റെഗുലർ ആസ്പിറൻസ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വർക്കിംഗ് ആസ്പിറൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ വിതൗട്ട് എനി ഡിലേ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻട്രി ബാങ്കിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാങ്ക് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ആസ്പിറൻസിന് എല്ലാം തന്നെ വളരെ യൂസ്ഫുൾ ആവുന്ന ചാനലാണ്. നമ്മൾ റൈറ്റ് കണ്ടന്റ് അറ്റ് ദ റൈറ്റ് ടൈം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാനലാണ് എൻട്രി ബാങ്കിങ് ചാനൽ. ആൻഡ് നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി കോണ്ടന്റ് ക്ലാസ്സസ് ഒക്കെ തന്നെ റെഫർ ചെയ്യാൻ സാധിക്കും നമ്മുടെ ചാനലിൽ നിന്ന്. ആൻഡ് എല്ലാ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവയർനെസ്സും നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വർക്കിംഗ് പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പടി മുൻപിൽ നിൽക്കുന്ന ആസ്പിറൻസ് ആണെന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ആസ്പിറൻസ് ആണ്. കാരണം എന്താണ്, ഓൾറെഡി അവർ ഏർണിംഗ് മെമ്പേഴ്സ് ആണ് അല്ലേ. ഈ സൊസൈറ്റിയിൽ നല്ല ജോലി ചെയ്യുന്നവരാണ് എല്ലാവരും. അപ്പം ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹാർഡ് ഏൺ മണി ഏൺ ചെയ്യുന്നവരാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടാണ് ഏൺ ചെയ്യുന്നത്, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ ലിവിങ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നിങ്ങളുടെ ലിവിങ് ഒരു പടി നമ്മൾ മുൻപോട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ. എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവണം, എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ലൈഫ് സ്റ്റൈൽ വേണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ജോലിയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ടിട്ടായിരിക്കില്ല ചെയ്യുന്നത്. ചിലർ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും. ഈവൻ ചിലർക്ക് മണി ആയിരിക്കാം ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അപ്പം എങ്ങനെയാണെങ്കിലും നിങ്ങൾ ബാങ്കിങ് കൂടെ ആസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, അതായത് റെഗുലർ ആസ്പിറൻസിനെ പോലെ. റെഗുലർ ആസ്പിറൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഫുൾ ടൈം ബാങ്ക് എക്സാം പ്രിപ്പറേഷന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആണ് എന്നൊക്കെ പറയാൻ സാധിക്കും. കാരണം അവർ ഫുൾ ടൈം ഇതിനായിട്ടിരുന്ന് പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ 7-8 അവേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, ഓർ ഈവൻ മോർ ദൻ 8 അവേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ വർക്കിംഗ് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഒരു 9 to 5 അല്ലെങ്കിൽ 9 to 6 ജോബ് ചെയ്യുന്നുണ്ടാവും അല്ലെ വർക്കിംഗ് ആസ്പിറൻസ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവും. അതും കഴിഞ്ഞിട്ട് വേണം ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പൊ എങ്ങനെ നമുക്ക് അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാം? നിങ്ങൾക്ക് മുൻപിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ടൈം ആദ്യം തന്നെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു 9 to 5 ജോബ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു 7 PM അല്ലെങ്കിൽ ഒരു 8 PM to ഒരു 12 PM വരെ സമയം ഉണ്ടാവും. പിന്നെ ഏർലി മോർണിംഗ് ഉണ്ടാവും. ഒരു 5 AM to ഒരു ജോലിക്ക് പോകുന്ന ഒരു 9:30 അല്ലെങ്കിൽ ഒരു 10 മണി ടൈം വരെയാണ് നമുക്ക് കിട്ടുക. ആൻഡ് വീക്കെൻഡ് ഫ്രീ ആയിട്ടുള്ള ആസ്പിറൻസ് ആണെങ്കിൽ അവർക്ക് വീക്കെൻഡ്സും യൂസ് ചെയ്യാവുന്നതാണ്. സൺഡേ മാത്രമാണുള്ളെങ്കിൽ സൺഡേ യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് മണിക്കൂർ പഠിക്കുന്നതിൽ കാര്യമില്ല. നിങ്ങൾ പഠിക്കുന്ന 1 മണിക്കൂറാണെങ്കിലും അത് നിങ്ങൾ എങ്ങനെ റൈറ്റ് ആയിട്ടാണോ ആ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ മെനി അവേഴ്സ് യു സ്റ്റഡി, ബട്ട് ഹൗ മച്ച് വാല്യൂ യു എക്സ്ട്രാക്ട് ഫ്രം ഈച്ച് അവർ. ഒരുപാട് മണിക്കൂർ ഇപ്പോൾ ഒരു ആസ്പിറൻസ് ഇരുന്ന് പഠിക്കുന്നു, പക്ഷെ ആൾക്ക് ഒന്നും കിട്ടുന്നില്ല, വെറുതെ കുറെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. പക്ഷെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാനിൽ ഓരോ ദിവസവും ഇപ്പോൾ ഒരു 3 മണിക്കൂറേ പഠിക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ ആദ്യത്തെ 1 മണിക്കൂർ ഇംഗ്ലീഷ് പഠിക്കും, അടുത്ത 1 മണിക്കൂർ QA പഠിക്കും, അടുത്തൊരു മണിക്കൂർ റീസണിങ് പഠിക്കും. ഈ 3 സബ്ജക്ട് സെലക്ട് ചെയ്യുമ്പോഴും ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്, ഗ്രാമർ ആണെങ്കിൽ ഗ്രാമർ, അല്ലെങ്കിൽ RC മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ RC മാത്രം. അതൊരു സ്ട്രാറ്റജിയാണ്. അല്ലെങ്കിൽ ഡെയിലി ഞാൻ ഇത്ര ടൈം 5 DIs ഞാൻ ചെയ്യും, അല്ലെങ്കിൽ 5 പസിൽസ് ഞാൻ സോൾവ് ചെയ്യും, 10 സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ ഞാൻ സോൾവ് ചെയ്യും, ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ഞാൻ സോൾവ് ചെയ്തിരിക്കും. അത് മറ്റൊരു സ്മാർട്ടർ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽസ് ഹാവ് ബെറ്റർ ഡിസിപ്ലിൻ. ഓൾറെഡി വർക്കിംഗ് പ്രൊഫഷണൽസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവാൻ സാധ്യതയുള്ളൊരു കാര്യം, ഓൾറെഡി ഞാൻ ഏർണിംഗ് ആണല്ലോ, എനിക്ക് പൈസ ഉണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് കാണും. സോ ആ ഒരു ഡീമോട്ടിവേഷൻ ഫാക്ടറാണ് നിങ്ങൾക്ക് വരാൻ സാധ്യത. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ഡിസിപ്ലിൻഡ് ആയിരിക്കും, നിങ്ങൾ കുറച്ചുകൂടെ സ്മാർട്ടർ ആയിരിക്കും. ഓൾറെഡി വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. സോ you have a better discipline, time management skills ഉള്ളവരാണ് നിങ്ങൾ, ആൻഡ് മെച്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. സോ നിങ്ങളുടെ അഡ്വാൻറ്റേജിനനുസരിച്ച് നിങ്ങളുടെ ഡിസിപ്ലിനും മെച്യൂരിറ്റി എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതായത് പ്രോപ്പറായിട്ട് വർക്കിംഗ് പ്രൊഫഷണൽസ് ഇരുന്ന് പ്ലാൻ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമുകൾ ഏതൊക്കെയാണ്. ഞാൻ ഒരു റഫ് ആവറേജ് ആണ് പറയുന്നത്. ഒരു ഈവനിങ് 8 PM to 12 PM നിങ്ങൾക്ക് സമയമുണ്ട്. ആൻഡ് ദെൻ മോർണിംഗ് 5 AM to 9 AM വരെ നിങ്ങൾക്ക് സമയമുണ്ട് ഡെയിലി. ആൻഡ് വീക്കെൻഡ് ഫ്രീ ആയിട്ടുള്ളവരാണെങ്കിൽ ദ ഹോൾ വീക്കെൻഡ് ഇസ് ദെയർ ബിഫോർ യു. സോ നിങ്ങൾ
പഠിക്കുന്ന ടൈം വൈസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി, ഫോക്കസ്ഡ് ആയിരിക്കുക. 3 hours പഠിച്ചാലും അത് ഫോക്കസ്ഡ് ആയിരിക്കുക. ആൻഡ് കൺസിസ്റ്റൻസി ആണ് നമ്മളുടെ സീക്രട്ട് സോഴ്സ് എന്ന് പറയുന്നത്. 1 day of 10 hours of study won't help. 2 hours every day for 6 months will. അതായത് ഒരു ദിവസം മാത്രം പഠിക്കുന്നു, അല്ലെങ്കിൽ 10 ദിവസം പഠിക്കുന്നു, 10 ദിവസം 10 മണിക്കൂർ വെച്ച് പഠിച്ചു, അത് കഴിഞ്ഞ് പിന്നെ ഒന്നും നോക്കിയില്ല, എവിടെയാണ് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നത്? റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷെ ഒരു ദിവസം 2 മണിക്കൂർ മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷെ 2 മണിക്കൂറായിട്ട് പഠിക്കുന്ന ആ ഡെയിലി കൺസിസ്റ്റൻസി നിങ്ങളൊരു 4 മാസം അല്ലെങ്കിൽ 6 മാസം ഓർ ഈവൻ മോർ ദാൻ ദാറ്റ് കീപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് വളരെ വളരെ ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ഓൺ. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ്, ദ 80-20 റൂൾ. അനലൈസ് ചെയ്യുക, ഹൈ വെയിറ്റേജ് ടോപ്പിക്കുകൾ അനലൈസ് ചെയ്യുക. ആദ്യം തന്നെ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ബാങ്ക് എക്സാമിന്റെ ഹോൾ സിലബസ് എടുക്കുക. ബാങ്ക് എക്സാം എന്ന് പറയുമ്പോൾ വാസ്റ്റ് സിലബസ് ഇല്ല. നമ്മുടെ SSC പോലെയോ PSC പോലെയോ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഒന്നുമില്ല. ആകെ 4 സബ്ജക്റ്റ് ആണുള്ളത്. ഇംഗ്ലീഷ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ബാങ്കിങ്. അപ്പൊ ഈ 4 സബ്ജക്റ്റുകൾ എടുക്കുക. ഈ 4 സബ്ജക്റ്റുകളുടെ അടുത്തും പഠിക്കാനുള്ള ടോപ്പിക്കുകളുടെ എണ്ണം വളരെ കുറവാണ്. ഒട്ടും വാസ്റ്റ് എന്ന് ഞാൻ പറയില്ല, കുറവ് തന്നെയാണ്. ആ ടോപ്പിക്കുകൾ മനസ്സിലാക്കുക, അതായത് സിലബസ് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഹൈ വെയിറ്റേജ് ടോപ്പിക്കുകൾക്ക് ഫോക്കസ് കൊടുക്കുക. ഇപ്പം QAയിൽ നിന്ന് അല്ലെങ്കിൽ മാത്സിൽ നിന്ന് പറയുകയാണെങ്കിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സിംപ്ലിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. നമ്പർ സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഇതിന്റെ നമ്പർ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഡെയിലി 2 DIs വേണമെങ്കിൽ ചെയ്യാം, ഡെയിലി 10 സിംപ്ലിഫിക്കേഷൻ വേണമെങ്കിൽ ചെയ്യാം, ഡെയിലി 10 നമ്പർ സീരീസ് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ഡെയിലി ഒരു 10 അരിത്തമെറ്റിക് ടോപ്പിക്കുകൾ മാത്രം എടുത്തിട്ട് ചെയ്യാം. What I meant from arithmetic topics is നമ്മുടെ ratio and proportion, time, speed and distance, boths and streams, percentage, averages, ഇങ്ങനെ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ഈ ടോപ്പിക്കുകളെല്ലാം കൂടെ ചേർത്താണ് അരിത്തമെറ്റിക് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ മിക്സ്ഡ് അപ്പ് ആയിട്ട് പെർസെന്റേജിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, ആവറേജിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, റേഷ്യോ പ്രൊപ്പോർഷൻ 2 ക്വസ്റ്റ്യൻ, അങ്ങനെ എടുത്ത് ചെയ്യാം. ഇപ്പം ആദ്യത്തെ ഡേയിൽ പെർസെന്റേജ്, ആവറേജും റേഷ്യോ പ്രൊപ്പോർഷൻ ആണ് എടുക്കുന്നതെങ്കിൽ സെക്കൻഡ് ഡേ എന്ത് ചെയ്യുക, സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം എടുക്കുക, മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ എടുക്കുക, അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക് എടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. റീസണിങ്ങിൽ മാസ്റ്റർ പസിൽസ് ഇസ് ദ കീ ആൻഡ് പസിൽസ് ഇസ് എ ഗെയിം ചേഞ്ചർ. റീസണിങ് ആണോ പസിൽസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സ് ചോദിക്കുക, അത് പ്രിലിംസിനായിക്കോട്ടെ മെയിൻസിലായിക്കോട്ടെ. സോ പസിൽസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. കാരണം പസിൽസിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്സ് വെയിറ്റേജിന് ചോദ്യങ്ങൾ ചോദിക്കും. പസിൽസ് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രം, അത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം ബെസ്റ്റ് ആണ്. പ്രാക്ടീസിലൂടെ മാത്രം നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പസിൽസ് എന്ന് പറയുന്നത്. സോ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഇനീക്വാലിറ്റി പ്രാക്ടീസ് ചെയ്യാം, സിലോജിസം പ്രാക്ടീസ്, ഇതെല്ലാം ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട സാധനമാണ്. ഇതിന്റെ കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്യാണ് സിലോജിസം, ഇനീക്വാലിറ്റി. നിങ്ങൾക്ക് ബ്ലഡ് റിലേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ആൽഫ ന്യൂമറിക് സീരീസ് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഇതെല്ലാം ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇംഗ്ലീഷിൽ നിങ്ങൾ കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷനും എറർ ഡിറ്റക്ഷനും ആണ്. എറർ ഡിറ്റക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗ്രാമർ റൂൾസ് എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് എറർ ഡിറ്റക്ഷൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. റീഡിംഗ് കോംപ്രിഹെൻഷൻ എങ്ങനെ ക്രാക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഡെയിലി വായിക്കുക. ഇപ്പൊ ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ വായിക്കുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുവാണോ വായിക്കാൻ ഇഷ്ടം, നോവൽസ് ആണെങ്കിൽ, ഫിക്ഷൻസ് ആണെങ്കിൽ, യു ക്യാൻ റീഡ് വാട്ട് ഓൾ യു വോണ്ട്, വാട്ട് എവർ യു ലൈക്ക്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കണം എന്നേ ഉള്ളൂ അത് വായിക്കുക. ചുമ്മാ വായിക്കാതെ എന്താണ് വായിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി വായിക്കുക. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എസ് കോംപ്രിഹെൻഡിങ് എബിലിറ്റി. അപ്പൊ ആ ഒരു രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുക. Okay, don't hoard books. Pick one reliable YouTube channel or app and stick to it and save time. Working professionals especially, multiple sources of എന്താ പറയുക, പഠിക്കാനുള്ള സാധനങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലൈനായിട്ട്. എസ്പെഷ്യലി യൂട്യൂബിലാണെങ്കിലും മൾട്ടിപ്പിൾ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, സോഴ്സസ് ആണെങ്കിലും മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ട്. വർക്കിംഗ് ആസ്പിറൻസ്, ഇപ്പൊ റെഗുലർ ആസ്പിറൻസിനോടാണെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സസ് നോക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. പക്ഷേ വർക്കിംഗ് ആസ്പിറൻസ് ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സോഴ്സിൽ റിലൈ ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് തന്നെ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻടേക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സോഴ്സ് സ്റ്റിക്ക് ഓൺ ചെയ്യുക, അത് തന്നെ നോക്കുക. പക്ഷേ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന സോഴ്സ്, ഇപ്പോൾ നിങ്ങൾ ഏത് സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സോഴ്സ് റിലൈ ചെയ്യാനായിട്ട് നോക്കുക. മോക്ക് ടെസ്റ്റും കറണ്ട് അഫയേഴ്സും മൾട്ടിപ്പിൾ സോഴ്സ് നോക്കിയാലും പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ കോണ്ടന്റ് ക്ലാസ്സസിൽ വരുമ്പോൾ ഇപ്പോൾ റീസണിങ്, ഇംഗ്ലീഷ്, മാത്സ് ഉണ്ടല്ലോ, അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മിക്സ്ഡ് അപ്പ് ചെയ്ത് പല സ്ട്രാറ്റജീസ് ആയിരിക്കും പലരും പറയുന്നത്. എല്ലാം കൂടെ പഠിച്ചിട്ട് ലാസ്റ്റ് ഒന്നും ഇല്ലാത്ത സ്റ്റേജിൽ വരരുത്. ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയുടെ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു എഡ്യൂക്കേറ്ററുടെ ക്ലാസ് കണ്ടിട്ട് അത് നല്ലോണം പഠിക്കാനായിട്ട് നോക്കുക.
ഒരു സ്ട്രാറ്റജിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. പല പല സ്ട്രാറ്റജീസ് പഠിക്കുന്ന ബെറ്റർ ആണ്, പക്ഷെ എല്ലാം കൂടെ പഠിച്ച് കുളവാക്കി ചളവാകരുത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. Then use PDFs and ebooks instead of heavy physical books so that you can study anywhere. അതായത് കൂടുതൽ ഓൺലൈൻ സോഴ്സസിനെ വർക്കിംഗ് പ്രൊഫഷണൽസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് ബുക്കും ചുമന്നുകൊണ്ട് പോകുന്നിടത്തെല്ലാം ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, എസ്പെഷ്യലി വർക്കിംഗ് ആസ്പിറൻസ് ആകുമ്പോഴത്തേക്കും. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അത് കൂടുതലും നിങ്ങളുടെ ഫോണിലാണ് ആപ്പുകളും കാര്യങ്ങളും സോഴ്സസ് എല്ലാം ഉണ്ടെങ്കിൽ, ഈ ബുക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എവിടെ പോകുന്നോ, ഇവ നിങ്ങളൊരു ബസ്സിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി പഠിക്കാം. സോ ദാറ്റ്സ് അനദർ സ്ട്രാറ്റജി. മൾട്ടിപ്പിൾ സോഴ്സസ് എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകൾ പോയി കാണുക, ഒരുപാട് സോഴ്സുകൾ റെഫർ ചെയ്യുക. അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് ആദ്യമേ ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ അത് ചെയ്യുക. ഇനിഷ്യൽ സ്റ്റേജിൽ എല്ലാം ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് കിട്ടും. ഓക്കെ, ഇത് എനിക്ക് ഇഷ്ടമായി, ഈ ബുക്ക് എനിക്ക് ഇഷ്ടമായി, അല്ലെങ്കിൽ ഈ സോഴ്സ് എനിക്ക് ഇഷ്ടമായി, ഈ ഫാക്കൽറ്റിയുടെ ക്ലാസ് എനിക്ക് ഇഷ്ടമായി, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആ മെത്തഡോളജി വെച്ചിട്ട് പ്രോബ്ലങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. സോ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. ആൻഡ് മാസ്റ്റർ യുവർ ക്ലോക്ക്, എ റിയലിസ്റ്റിക് ഡെയിലി ഷെഡ്യൂൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു, മോർണിംഗ് 2 hours നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. മോർണിംഗിൽ ടൈം കിട്ടാൻ ചാൻസസ് വളരെ കൂടുതലാണ്. സോ മോർണിംഗ് ടൈമിൽ കുറച്ച് ബ്രെയിൻ നല്ല ഫ്രഷ് ആയിരിക്കും. അപ്പം ബ്രെയിൻ ഫ്രഷ്നെസ്സോട് കൂടി തന്നെ ബ്രെയിൻ നല്ലോണം യൂസ് ചെയ്ത് പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ് QA, റീസണിംഗ് ഒക്കെ. ഇതൊക്കെ മോർണിംഗ് ടൈമിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. ബ്രേക്ക് ടൈം, നിങ്ങൾക്ക് ബ്രേക്ക് ടൈം കിട്ടും. അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് വർക്കിംഗ് പ്രൊഫഷണൽസിന്. ലഞ്ച് ബ്രേക്ക് ടൈമിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ഈവൻ ഇഫ് യു ഗെറ്റ് ടൈം ഓർ ഈവൻ ഇഫ് യു ക്യാൻ ഫൈൻഡ് ടൈം, നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും നോക്കുമോ, അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ എന്തെങ്കിലും ക്വിസസോ വൊക്കാബുലറി റിലേറ്റഡ് ക്വിസസ് ഒക്കെ ചെയ്യാം. റൈറ്റ്. ആൻഡ് ഈവനിങ് 1 hour ആഫ്റ്റർ വർക്ക് നിങ്ങൾക്ക് ലൈറ്റർ ടോപ്പിക്സ്, കാരണം നിങ്ങൾ ഓൾറെഡി വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. വർക്ക് ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നല്ല ഡ്രെയിൻഡ് ആണ്. പിന്നെ രാവിലെ പഠിച്ചു കഴിയുമ്പോഴേ നിങ്ങൾക്ക് കുറച്ച് എനർജി ലോസ്ഡ് ആയിട്ടുണ്ടാവും. പിന്നെ വർക്കിംഗ് പ്രൊഫഷണൽസ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ടയേർഡ് ആയിരിക്കും. അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് ഹെവിയർ ടോപ്പിക്സ് പഠിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, സോ ലൈറ്റർ ടോപ്പിക്സ് ആയിട്ടുള്ള ഇംഗ്ലീഷോ കറണ്ട് അഫയേഴ്സോ ഒക്കെ അഗെയിൻ നിങ്ങൾക്ക് നോക്കാം. വൊക്കാബുലറി, അധികം സ്ട്രെസ് ഇല്ലാത്ത സാധനങ്ങൾ പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ലൈറ്റർ ടോപ്പിക്സ് പഠിക്കാം. ആൻഡ് ബിഫോർ ബെഡ്, കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്നുള്ളതിന്റെ ബേസിൽ നിങ്ങൾ റിവൈസ് ചെയ്യുക. റിവിഷൻ സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും, റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആൻഡ് ബാങ്കിങ് അവയർനെസ് എപ്പോഴും അവെയർ ആയിട്ടിരിക്കുക. അത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് വീഡിയോസ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകളൊക്കെ നമ്മുടെ ഓൺലൈൻ സോഴ്സസിൽ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് വാച്ച് ചെയ്യാം. അങ്ങനെ ബാങ്കിങ് അവെയർസ് നിങ്ങൾ എന്ത് ചെയ്യുക, അഫയേഴ്സ് സെറ്റ് ആയിട്ടിരിക്കുക. ഇനി ഹിഡൻ ടൈം ആൻഡ് ബീങ് എ വീക്കെൻഡ് വാരിയർ, ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈക്രോ ലേണിംഗ്, യൂസ് 5 to 10 minute gaps between meetings or tasks to solve 5 quadratic equations or 1 puzzle on your phone. വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും സാറ്റർഡേ സൺഡേ ഫുൾ ടൈം സ്റ്റഡി ഡേയ്സ് ആയിട്ട് എടുത്തിട്ട് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ നോക്കുക. ഓർ ഈവൻ മോർ ദാൻ 5 hours 4 hours ഒക്കെ പഠിക്കാൻ കഴിഞ്ഞാൽ, വീക്കെൻഡിൽ പഠിക്കാൻ കഴിഞ്ഞാൽ അത് ബെറ്റർ ആണ്. Temporarily cut down on social media and unnecessary social gatherings. Your future self will thank you. ഒരുപാട് ഫോൺ യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ സോഷ്യൽ ഗ്യാതറിങ്സിലൊന്നും പോകരുതെന്നല്ല പറയുന്നത്. കാരണം നിങ്ങളുടെ ടൈം ലിമിറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. സോ അതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓവർ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക, ഗാഡ്ജറ്റ്സിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും. കാരണം യു ഹാവ് എ ഗോൾ ഓൺ യുവർ അതർ സൈഡ്. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഒരുപാട് ടൈം ഇപ്പുറത്ത് കളയാതെ ഇപ്പുറത്ത് വലിയൊരു കാര്യം ഉണ്ടെന്ന ചിന്തയിൽ വേണം എല്ലാം ലിമിറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. And use Evernote or OneNote to sync your notes between your laptop and phone for quick access during office breaks. നിങ്ങൾക്ക് നോട്ട്സ് കീപ്പ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഐപാഡോ അല്ലെങ്കിൽ ഫോൺ ആണെങ്കിലും മതി. നിങ്ങൾ പഠിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഓഫീസിൽ പോയിട്ട് ഓഫീസ് ബ്രേക്കിന്റെ ടൈമിൽ നോക്കണം. ഓർ ഇപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്കൊന്ന് എടുത്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ നോട്ട്സ് ആയിട്ട് നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഒരു ചെറിയ ബുക്കിലാണെങ്കിലും എഴുതി വെക്കാം. ഫോണിൽ കീപ്പ് ചെയ്യാം. or you can print out and keep it as small short PDFs. ഇതെല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. സോ വർക്കിംഗ് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ മോക്സ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഫുൾ ലെങ്ത് മോക്സും സെക്ഷണൽ മോക്സും സമയം നിങ്ങൾ കണ്ടെത്തി, ഓക്കെ, ഫുൾ ലെങ്ത് ആൻഡ് സെക്ഷണൽ മോക്സ് നിങ്ങൾ
സമയം കണ്ടെത്തി എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് നോക്കുക. ഐഡിയലി നിങ്ങൾക്ക് ഫുൾ ലെങ്ത് ഒക്കെ ഇരുന്ന് ചെയ്യാൻ സമയം കിട്ടുന്നത് വീക്കെൻഡ്സിലായിരിക്കും. സോ സാറ്റർഡേ സൺഡേ തന്നെ അത് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ സിലബസ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഡേയ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഒരു ചെറിയ സെക്ഷണൽ മോക്സും ഒക്കെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ആഫ്റ്റർ ഹോൾ സിലബസ് കവറേജ് ആൻഡ് ഹോൾ പ്രാക്ടീസ്. ഓക്കെ, ആൻഡ് അനാലിസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അനലൈസ് ചെയ്യുകയും ചെയ്യണം. 1 മണിക്കൂർ മോക്ക് ടെസ്റ്റിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1.5 മണിക്കൂറെങ്കിലും അതെന്ത് ചെയ്യുക, അല്ലെങ്കിൽ 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെയെങ്കിലും അത് അനലൈസ് ചെയ്യുക മോക്ക് ടെസ്റ്റ്. എന്നിട്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്താണ് തെറ്റിയത്, ഏതിലാണ് നിങ്ങൾ ഒരുപാട് സമയം എടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ആൻഡ് ആക്യുറസി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡോണ്ട് റഷ് ഫോർ സ്പീഡ് ഇനിഷ്യലി. വൺസ് യുവർ ആക്യുറസി ഹിറ്റ്സ് 90%, speed will naturally follow. And don't wait, start taking sectional mocks even if you haven't finished 100% of the syllabus. യെസ്, അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ്. മോക്ക് ടെസ്റ്റ് സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്യാതെ പ്രിപ്പയർ ചെയ്യരുത്. സെക്ഷണൽ മോക്സ് ആണെങ്കിലും നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ സമയമില്ലാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ലാന്നിരിക്കട്ടെ, സെക്ഷണൽ മോക്ക് ചെയ്യുക. ഇംഗ്ലീഷിന്റെ 30 questions for 20 minutes, 30 ചോദ്യങ്ങൾ 20 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു സെക്ഷണൽ മോക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ക്യൂയുടെ കിട്ടും, റീസണിങ്ങിന്റെ കിട്ടും. ഒട്ടും സമയമില്ലെങ്കിൽ ഇതെങ്കിലും ചെയ്യുക. ഇത് ചെയ്തിട്ട് അനലൈസ് ചെയ്യുക, ഏതൊക്കെ ശരിയായി, ഏതൊക്കെ തെറ്റി. ഇപ്പൊ ശരിയായത് നിങ്ങളുടെ സ്ട്രോങ് ഏരിയസ് ആയിരിക്കും. ഏതൊക്കെ തെറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് അനലൈസ് ചെയ്യുക. പഠിക്കാത്തതിന്റെ കുറവാണെങ്കിൽ അത് പോയി നല്ലോണം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ അപ്പ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വർക്കിംഗ് പ്രൊഫഷണൽസ് എന്തായാലും ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും കോണ്ടന്റ്സ് നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കമന്റ് ഡൗൺ ചെയ്യാവുന്നതാണ്. ആൻഡ് എൻട്രിയിൽ നമ്മുടെ ബാങ്കിങ് കോഴ്സസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് സ്റ്റാർട്ടഡ് ആണ്. ആൻഡ് നമുക്കറിയാം SBIയുടെ നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഈ വർഷം ആദ്യം ബാങ്കിങ്ങിൽ നിന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും IBPS Peon Clerk, ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും RRB എക്സാമിനേഷൻ വരുന്നുണ്ടാകുക. സോ SBI എക്സാംസ് നിങ്ങൾ ആസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് SBI ബാച്ചസ് എല്ലാം തന്നെ ഓപ്പൺ ആണ്. ബാച്ചിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ സ്ക്രീനിൽ കാണുന്ന 7736122215 എന്ന് പറയുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതിയാവും. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇന്ററാക്ട് ചെയ്യാം. ഇവിടുത്തെ ക്ലാസിന്റെ ഫീച്ചേഴ്സും എൻട്രി എന്താണ് നിങ്ങൾക്ക് എക്സ്ട്രാ ഓഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് പ്രൈസിലും നിങ്ങൾക്ക് കോഴ്സ് ഗ്രാബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് കണ്ടന്റ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. വർക്കിംഗ് പ്രൊഫഷണൽസ് എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ എഫേർട്ട് എടുത്ത് എഫക്റ്റീവായിട്ട് കൺസിസ്റ്റൻസിയോടുകൂടി തന്നെ പഠിച്ചു പോവുക. സ്മി അമിഷ സൈനിങ് ഓഫ്. താങ്ക് യു.